നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. തിരുവള്ളക്കാവ് വല്ലച്ചിറ റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധം. കോൺഗ്രസ് വല്ലച്ചിറ മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ ധർണ നടത്തി. പാർലം ഗ്രാമപഞ്ചായത്തിന്റെയും പാർലം കൃഷിഭവന്റെയും നേതൃത്വത്തിൽ കർഷക ദിനം ആചരിച്ചു. നാട്ടിക MLA CC മുകുന്ദൻ ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്തു. വല്ലച്ചിറ ഗവൺമെന്റ് UP സ്കൂളിൽ ELEP പരിശീലനം സംഘടിപ്പിച്ചു. ആംഗ്ലോ ഇന്റർനാഷണൽ ട്രെയിനർ എഡിസൺ ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു. ചേർപ്പ് CNN LP സ്കൂളിൽ വേദികൾ ഉണർന്നു. കലോത്സവം പത്മശ്രീ പെരുവൻ കുട്ടന്മാരാർ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. തിരുവള്ളക്കാവ് വല്ലച്ചിറ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് വല്ലച്ചിറ മണ്ഡലം കമ്മിറ്റി ധർണ സംഘടിപ്പിച്ചു. 3 മാസം മുമ്പ് ടാർ ചെയ്ത റോഡ് പൂർണ്ണമായും തകർന്നതിൽ പ്രതിഷേധിച്ചായിരുന്നു ധർണ. നിരവധി വാഹനയാത്രക്കാർ കടന്നുപോകുന്ന റോഡിൽ നിരന്തരം അപകടങ്ങൾ ഉണ്ടാകുന്നുവെന്ന് പ്രതിഷേധക്കാർ ആരോപിച്ചു. അശാസ്ത്രീയമായാണ് റോഡിന്റെ പ്രവൃത്തികൾ നടത്തിയതെന്നും ഇതാണ് അപകടങ്ങൾക്ക് കാരണമെന്നും ഇവർ ആരോപിച്ചു. ധർണ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സിജോ എടപ്പള്ളി അധ്യക്ഷത വഹിച്ചു. ജയരാജ് നടുവിൽ, ബെന്നി തെക്കിനിയത്ത്, NT രമേശ്, PS കുമാർ, PT ആന്റണി, രാമൻകുട്ടി, CS മധുസൂദൻ, ഷാജു പല്ലിശ്ശേരി, റോയി പടിക്കല, വിൻസെന്റ് എന്നിവർ നേതൃത്വം നൽകി. എന്നിട്ട് 3 മാസം പോലും ഉപയോഗിക്കാൻ കഴിയാതെ അത് സഞ്ചാരയോഗ്യമല്ലാത്ത അവസ്ഥയിലേക്ക് വന്നു എന്നുള്ളത് ഏറ്റവും ദുഃഖകരമായ കാര്യമാണ്. കാരണം ഇവിടെ സാധാരണ ജനങ്ങൾ വരുന്നതോടൊപ്പം തന്നെ ബിവറേജ് സ്ഥലത്തേക്ക് ഒരുപാട് വണ്ടികൾ വരികയും നിരന്തരം അപകടമുണ്ടാവുകയും ചെയ്യുന്ന സ്ഥലമാണ്. തീർച്ചയായിട്ടും റോഡിന്റെ ശോചനീയാവസ്ഥ കൊണ്ട് ഏറ്റവും കൂടുതൽ പെഡസ്ട്രിയൻസിന് അപകടങ്ങൾ ഉണ്ടാവുകയാണ്. അപ്പോൾ നിരന്തരമായിട്ട് ഇവിടുത്തെ ആൾക്കാർ നിരന്തരമായി വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഗ്രാമപഞ്ചായത്തിൽ ഇതിനെതിരെ ഒരു മെമ്മോറാണ്ടം സമർപ്പിച്ചുകൊണ്ട് നമ്മൾക്ക് ഇത് വീണ്ടും റെസ്റ്റോർ ചെയ്യാനും ഫുൾ റീടാർ ചെയ്യാനും വേണ്ട ശ്രമങ്ങൾ ഉണ്ടാവണം. തീർച്ചയായിട്ടും ഈ പ്രതിഷേധം ഗ്രാമപഞ്ചായത്തിലും അതിന്റെ മുതിർന്ന MLAയും മറ്റും അറിയിച്ചുകൊണ്ട് അടുത്ത സീസൺ ആകുമ്പോഴേക്കും ഫുൾ ടാറിങ്, അതായത് നമ്മളുടെ വല്ലച്ചിറ PSC തൊട്ട് തിരുവള്ളക്കാവ് വരെ ഫുള്ളായിട്ട് ടാർ ചെയ്തുകൊണ്ട് സൈഡൊക്കെ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരാൻ ഗ്രാമപഞ്ചായത്തിന് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുക കൂടി ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഇത്തരം പ്രവൃത്തികൾ എന്താ പറയുക, വളരെ മിനിമം പൈസ വെച്ചുകൊണ്ട് ഇത്രയും വലിയ റോഡ് റിപ്പയർ ചെയ്യുന്നതിലെ സാങ്കേതികമായിട്ടുള്ള പ്രശ്നങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് പഞ്ചായത്തിന്റെ അസിസ്റ്റന്റ് എഞ്ചിനീയറും ഓവർസിയർമാരും സ്ഥലത്ത് വന്ന് കൃത്യമായിട്ടുള്ള എസ്റ്റിമേറ്റ് എടുത്തുകൊണ്ട് ആ പണി ചെയ്ത് 5 കൊല്ലം കൃത്യമായിട്ട് നിൽക്കുന്ന രീതിയിൽ നമുക്ക് അത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ കഴിയണം. കഴിഞ്ഞ 3 മാസം മുമ്പാണ് തിരുവള്ളക്കാവ് പകിരിപ്പാലം വല്ലച്ചിറ റോഡ് ഇവിടെ ടാറിംഗ് ചെയ്തത്. ഈ ടാറിംഗ് കഴിഞ്ഞതിന് ശേഷം വെറും 3 മാസം കൊണ്ട് ഈ റോഡ് തകർന്ന് തരിപ്പണമാകേണ്ട അവസ്ഥ ഈ നാട്ടിലെ ഈ 12ാം വാർഡിലെ ജനങ്ങളും നാട്ടുകാർ മൊത്തവും കണ്ടതാണ്. ഒരു റോഡ് ടാർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പോലും സൈഡ് പാക്ക് ചെയ്യാതെ വരെ ഈ റോഡ് ടാർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ബഹുമാനപ്പെട്ട 12ാം വാർഡ് മെമ്പറോടക്കം ഇതിന്റെ അധികാരികളെ വിളിച്ച് ചോദിക്കുകയുണ്ടായി. ഞങ്ങളെ അത്രയും പെട്ടെന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഈ റോഡുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകാമെന്ന് പറയുകയും
ഈ റോഡ് 3 മാസത്തിനകം വളരെ മോശമായ രീതിയിൽ വലിയ വലിയ അപകടങ്ങൾ നടക്കുന്ന രീതിയിൽ ഇവിടെ വിദ്യാർത്ഥികൾ പോകുന്നുണ്ട്. ഒരുപാട് വാഹനങ്ങൾ ഇതിലൂടെ കടന്നു പോകുന്നുണ്ട്. നിരന്തരം അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട്. എന്നാൽ പോലും പഞ്ചായത്തോ പഞ്ചായത്ത് അധികാരികളോ മെമ്പറോ ഒന്നുപോലും തിരിഞ്ഞു നോക്കാതെ ഇതുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പാർലം ഗ്രാമപഞ്ചായത്തിന്റെയും പാർലം കൃഷിഭവന്റെയും നേതൃത്വത്തിൽ കർഷക ദിനം ആചരിച്ചു. നാട്ടിക എംഎൽഎ CC മുകുന്ദൻ ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ മികച്ച കർഷകരെ ആദരിക്കലും കർഷക തൊഴിലാളി അവാർഡുകൾ വിതരണം ചെയ്യുകയും ചെയ്തു. കേരള സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ഏറെ പ്രധാനം നൽകുന്ന ഒരു ദിനമാണ്. പുതിയ നൂറ്റാണ്ട് തുടക്കം കുറിക്കുകയും മലയാള ഭാഷയുടെ ദിനവും ചെയ്യുമെന്ന പുതിയ മാസത്തിന്റെ തുടക്കം കുറിക്കുന്ന ദിവസമാണ് ഇത്. പ്രത്യേകിച്ച് എടുത്തു പറയുമ്പോൾ തന്നെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടേണ്ട മനസ്സിൽ ഉയർന്നു വരേണ്ട പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ കൃഷിക്കാരനെ കുറിച്ചാണ്. കാർഷിക മേഖലയുമായി പ്രവർത്തിക്കുന്ന കൃഷിക്കാരൻ ഒരു വർഷത്തെ 364 തവണകൾ കാർഷിക മേഖലയിൽ തൊഴിൽ ചെയ്യുകയും അഭിവൃദ്ധിക്ക് വേണ്ടിയുള്ള പ്രവർത്തന രംഗത്ത് മാതൃകപരമായി പ്രവർത്തി പോകുന്ന അവർക്ക് പ്രത്യേകിച്ച് കൃഷിക്കാരൻ അവരോട് പ്രധാനപ്പെട്ട ഒരു ദിവസം എന്ന ആക്കം കുറിക്കുകയാണ്. കഴിഞ്ഞ കാലത്തെ അപേക്ഷിച്ച് പഴയ കാലത്തൊക്കെ ഇതിനൊരു ആചാര നടപടികളൊക്കെ മാറി. ഇപ്പോ സ്റ്റേജിൽ വിളക്ക് കത്തിക്കുക, പറ നിറച്ച് വയ്ക്കുക, നെൽക്കതിരി വയ്ക്കുക. ഇവിടെ മാത്രം നെൽക്കതിരി കണ്ടിട്ട്, പക്ഷേ കാർഷികമായി ബന്ധപ്പെട്ട പച്ചക്കറി ഐറ്റംസ് കണ്ടിട്ട്. പാർലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ അധ്യക്ഷത വഹിച്ചു. പുത്തൻ പ്രതീക്ഷകളുമായി വീണ്ടും നമ്മുടെ ചിങ്ങമാസത്തോടുകൂടെ തന്നെ കർഷകരെ വന്നിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്തിന്റെ സമഗ്ര വികസനത്തിന് കർഷകർ നൽകിയ അവരുടെ സംഭാവനകളെ കുറിച്ചും ഓർമ്മിക്കാൻ അതുപോലെ തന്നെ അവരെ ആദരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ കൂടിയിരിക്കുന്നത്. നമ്മുടെ പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ കർഷകരാണെന്ന് ഞാൻ പറയാതെ തന്നെ ഞാൻ പറയാം. ഇവിടെ കൂടിയിരിക്കുന്ന കർഷകരിൽ നമ്മുടെ അപേക്ഷയ്ക്ക് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ടുള്ള കർഷകർക്കാണ് നമ്മൾ ഇന്നിവിടെ ആദരവ് നൽകുന്നത്. ചടങ്ങിൽ മികച്ച കർഷകരെ ആദരിക്കലും കർഷക തൊഴിലാളി അവാർഡുകളും വിതരണം ചെയ്തു. കർഷക ദിനാചരണത്തിന്റെ ആഡംബരങ്ങൾ കുറച്ച 25,000 രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി. മുതിർന്ന കർഷകർക്കുള്ള അവാർഡ് നേടിയ തങ്കമണിയെ ചടങ്ങിൽ ആദരിച്ചു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജെറി ജോസഫ്, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ജെയിംസ് പി പോൾ, കെ പ്രമോദ്, വിദ്യാനന്ദനൻ, ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അനിത മണി, വാർഡ് മെമ്പർമാരായ ജൂബി മാത്യു, ലിജി പി കെ, കെ മണി, CB സുരേഷ്, അനിത പ്രസന്നൻ, സ്മിന്നു മുകേഷ്, സുബിത സുഭാഷ്, ഡാലി ബിനോയ്, വെങ്ങിണിശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് സതീഷ് ബാബു, CDS ചെയർപേഴ്സൺ രജനി ഹരിഹരൻ, കർഷക പ്രതിനിധികളായ സ്റ്റൈനി ചാക്കോ, മുരളി MK, AT പോൾസൺ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ മാത്യു, കൃഷി ഓഫീസർ ഡോക്ടർ DT മരിയ ഡൊമിനിക് എന്നിവർ സംസാരിച്ചു. വല്ലച്ചിറ ഗവൺമെന്റ് UP സ്കൂളിൽ ELEP പരിപാടി ആംഗ്ലോ ഇന്റർനാഷണൽ ട്രെയിനർ എഡിസൺ ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു. പ്രധാന അധ്യാപിക ഗീത അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റ് NN വിജയൻ, സുരേഷ്, പ്രോഗ്രാം കോർഡിനേറ്റർ ജിനു മറിയ എന്നിവർ സംസാരിച്ചു. ചേർപ്പ് CNN LP സ്കൂളിൽ കലോത്സവം പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് MV ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപികൻ KK ഗിരീഷ് കുമാർ, അധ്യാപകരായ ഗീത K മേനോൻ, MH ശീതൾ, ശ്രീലക്ഷ്മി എന്നിവർ സംസാരിച്ചു. കേരള കലാമണ്ഡലം അധ്യാപികയും രക്ഷിതാവുമായ സുപ്രഭ സംഗീത് സംഗീതാലാപനം നടത്തി. പാർലം ശാസ്താ ക്ഷേത്രത്തിന് സമീപം LED ലൈറ്റിംഗ് സിസ്റ്റം സ്ഥാപിച്ചു. MLA ഫണ്ടിൽ നിന്നും അനുവദിച്ച തുക വിനിയോഗിച്ചാണ് ലൈറ്റ് സ്ഥാപിച്ചത്. CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. പാർലം പഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ഷീന പറയങ്ങാട്ടിൽ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ, ഗ്രാമപഞ്ചായത്ത് അംഗം CB സുരേഷ്, സ്മിനു മുകേഷ്, വിദ്യാനന്ദനൻ തുടങ്ങിയവർ സംസാരിച്ചു.
ചിറക്കൽ കോട്ടം ഭാഗത്ത് വീട്ടിൽ നിന്നും 20 പവൻ സ്വർണ്ണാഭരണങ്ങൾ കവർന്നു. ഐശ്വര്യ റോഡിൽ കിടങ്ങാശ്ശേരി മൊയ്തീൻ ഷായുടെ വീട്ടിലാണ് കവർച്ച നടന്നത്. വീട്ടുകാർ പുറത്തുപോയ തക്കം നോക്കി വെള്ളിയാഴ്ച രാവിലെ 9:30-ക്കും രാത്രി 10:30-ക്കുമിടയിലാണ് കവർച്ച നടന്നത്. മുകൾ നിലയിലെ വാതിൽ കുത്തിത്തുറന്ന നിലയിലാണ്. താഴത്തെ നിലയിലെ മുറിയിൽ അലമാരിയിലാണ് സ്വർണം സൂക്ഷിച്ചിരുന്നത്. മുറിയും അലമാരയും ലോക്ക് ചെയ്തിരുന്നില്ല. ചേർപ്പ് പോലീസ് അന്വേഷണം ആരംഭിച്ചു. തൃപ്രയാർ ഇഷാര ഗോൾഡിൽ ഈ ഓണം പൊന്നോണം ഓഫറിന് തുടക്കമായി. സെപ്റ്റംബർ 15 വരെയാണ് എല്ലാ പർച്ചേസിനും ഗിഫ്റ്റ് ചലഞ്ച് ഒരുക്കിയിട്ടുള്ളത്. തൃപ്രയാർ ഇഷാര ഗോൾഡ് ഈ ഓണം പൊന്നോണം ഓഫർ തുടങ്ങി. ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 15 വരെ എല്ലാ പർച്ചേസിനും ഗിഫ്റ്റ് എന്ന ചലഞ്ചുമായി തൃപ്രയാർ ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഈ ഓണം പൊന്നോണം ഓഫർ ഇഷാര ചെയർമാൻ രാജൻ ചെമ്പാറ ദിവ്യ എന്ന കസ്റ്റമറിന് പട്ടുസാരി നൽകിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു. 1 പവന് മുകളിൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നവർക്ക് പട്ടുസാരി സമ്മാനമായി നൽകുന്നു. കൂടാതെ ആന്റിക്, ചെട്ടിനാട്, കുവൈറ്റി ആഭരണങ്ങൾക്ക് ഓണം സ്പെഷ്യൽ ഡിസ്കൌണ്ട്. വെറും 100 രൂപയ്ക്ക് വേദനയില്ലാതെ കാതുകുത്തി നൽകുന്നു. ചിങ്ങം 1 അതായത് ഓഗസ്റ്റ് 17 മുതൽ എല്ലാ പർച്ചേസിനും ഞങ്ങൾ ഗിഫ്റ്റ് നൽകുന്നുണ്ട്. 1 പവന് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും പട്ടുസാരി സമ്മാനമായി നൽകുന്നുണ്ട്. അതുപോലെ 100 രൂപയ്ക്ക് വെറും 100 രൂപയ്ക്ക് വേദനയില്ലാതെ കാതുകുത്തി കൊടുക്കുന്ന ഒരു പരിപാടി കൂടി ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിലൊക്കെ എല്ലാവരും ഞങ്ങൾ ക്ഷണിക്കുന്നു. ഫ്രണ്ട്ഷിപ്പ് ഫോർ എവർ കോൺടെസ്റ്റ് വിജയിയായ അനീഷയ്ക്ക് സ്വർണ്ണ ലോക്കറ്റ് സമ്മാനമായി നൽകി. ഒപ്പം ഫ്രീഡം ഓഫർ കോൺടെസ്റ്റ് വിജയിയായി അനു സിംഗ് വാക്കാട്ടിനെ നറുക്കെടുപ്പിലൂടെ ഇഷാര ചെയർമാൻ രാജൻ ചെമ്പാറ തെരഞ്ഞെടുത്തു. പരിപാടികൾക്ക് ഇഷാര പിആർഒ ഉബൈദു നേതൃത്വം നൽകി. ഇഷാര അസിസ്റ്റന്റ് മാനേജർ ഡോയ് വിഎസ്, സ്റ്റാഫ് അംഗങ്ങളായ വിപിൻ മേനോൻ, ശ്വേത എസി എന്നിവർ സന്നിഹിതരായിരുന്നു. അവണിശ്ശേരി കൃഷിഭവനും അവണിശ്ശേരി ഗ്രാമപഞ്ചായത്തും അവണിശ്ശേരി സർവീസ് സഹകരണ ബാങ്കും സംയുക്തമായി കർഷക ദിനാഘോഷം ആചരിച്ചു. നാട്ടിക എംഎൽഎ സിസി മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു. എന്നെ സംബന്ധിച്ച് പറയുന്നത് എന്ന് ഞാൻ വിചാരിച്ചത് ഇങ്ങനെ ദിനം ആചരിക്കുന്നവർക്ക് വിഷമിക്കില്ല. പ്രത്യേക സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുക. ഒരു ഭാഗത്താണെങ്കിൽ നമ്മുടെ പാവപ്പെട്ട ജനങ്ങൾ മണ്ണിന്റെ ഇല്ല. ഒരുപാട് ആൾക്കാർ മരണപ്പെട്ടിരിക്കും. ഒരുപാട് ആൾക്കാർ ജീവൻ പങ്കുവെച്ചുകൊണ്ടുള്ള ചില അന്തരീക്ഷം നിലനിൽക്കുകയാണ് എന്റെ അടിസ്ഥാനത്തിലാണ് എന്റെ മനസ്സിൽ കിടക്കുന്നത്. ഞാൻ ദിനം ആചരിക്കേണ്ടി വരുമോ എന്ന് പോലും സംശയം പ്രകടിപ്പിക്കുകയുണ്ടായി. പക്ഷേ സർക്കാരിന്റെ നിർദ്ദേശമനുസരിച്ച് നമ്മുടെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നമ്മുടെ പ്രാഥമികമായ ഒരു പ്രവർത്തന ശൈലി സ്വീകരിച്ചുകൊണ്ട് എന്നോടൊപ്പം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയേണ്ടതുണ്ട് എന്നുള്ളതാണ്. പഴയകാല ആചാരമായി നമ്മളെ ചെയ്യുന്നതിനെ പഴയകാലത്ത് ആചരിക്കാറ് ഇങ്ങനെയുള്ള രീതികളൊന്നുമില്ല. ഓരോ അത്യാവശ്യം കൃഷികളൊക്കെ വേണ്ടി ചില ജനങ്ങളെ ആചരിക്കും. മറ്റുള്ള പ്രദേശത്തൊക്കെ അമ്പലങ്ങളിലൊക്കെയാണ് ഇത് ആചാരങ്ങളൊക്കെ നോക്കാറ്. ഒരു പ്രത്യേക ദൈവവുമായി ബന്ധപ്പെട്ട ഒരു വിശ്വാസമാണ് കാർഷിക. നമ്മുടെ ജീവിതം മെച്ചപ്പെടുത്താക്കുന്നതിന് വേണ്ടിയുള്ള ഒരുപാട് ഘടകങ്ങളാണ് ചെയ്യുന്നത്. നമുക്ക് കുറച്ച് പ്രതീക്ഷ നൽകുന്ന കാര്യം, പുതിയ ആളുകള്, പ്രത്യേകിച്ച് ക്ഷീര കർഷകര്, ഫാമുകളൊക്കെ നടത്തി കൃഷി ചെയ്യുന്ന ആൾക്കാർ, അനുബന്ധമായിട്ട് കൃഷി ചെയ്യുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകളുടെ എണ്ണം ഓരോ കൊല്ലം തോറും കൂടിക്കൊണ്ടിരിക്കുകയാണ്.
കൃഷിയെ കുറച്ചുകൂടി പ്രൊഫഷണലായിട്ട് കണ്ട് അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാമെന്ന് കരുതി കൃഷി ചെയ്യുന്നവരുടെ എണ്ണം താരതമ്യേന ഓരോ കൊല്ലം കൂടുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും നമുക്കറിയാം തരിശെടുക്കുന്ന പറമ്പുകളൊക്കെ ഒട്ടനവധിയാണ്. അത്തരം പറമ്പുകള് കൃഷിയോഗ്യമാക്കുന്ന സമയത്താണ് നമുക്ക് ഇതിലൊരു വലിയ മാറ്റം സൃഷ്ടിക്കാൻ സാധിക്കും. അപ്പൊ നമ്മൾ സ്വാഭാവികം നമ്മുടെ ഓണച്ചന്തയില് വിഷുച്ചന്തയിലൊക്കെ നമ്മുടെ നാട്ടിലെ പച്ചക്കറികൾ എത്തും, നമ്മുടെ നാട്ടിലെ കൃഷിക്കാർക്ക് ഇതിന്റെ പൈസ കിട്ടും, ഇങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. എന്ത് തന്നെയായാലും ഓരോ കൊല്ലവും നമുക്കറിയാം നമ്മുടെ മികച്ച കർഷകരെ ആദരിക്കാറുണ്ട്. കഴിഞ്ഞ വർഷം ഓരോ വർഷവും നമുക്ക് പുതുതായിട്ട് ഈ രംഗത്തേക്ക് ഇറങ്ങിയ ആരെങ്കിലുമൊക്കെ ആദരിക്കാൻ പറ്റാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചടങ്ങിൽ മികച്ച കർഷകരെ ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ, ജില്ലാ പഞ്ചായത്ത് അംഗം VG വനജകുമാരി എന്നിവർ മുഖ്യാതിഥികളായി. ചേർപ്പ് ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് CD മാലിനി പദ്ധതി വിശദീകരണം നടത്തി. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗീത സുകുമാരൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിത്യ ജയരാജ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VI ജോൺസൺ, മെമ്പർ വൃന്ദ ദിനേശ്, ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സുനിൽ ചാണശ്ശേരി, റോസിലി ജോയ്, ഗീത ശ്രീധരൻ എന്നിവർ സംസാരിച്ചു. ചേർപ്പ് CNN ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പാർലമെന്റ് ഇലക്ഷൻ നടന്നു. തിരഞ്ഞെടുപ്പ് ആപ്പ് ഉപയോഗപ്പെടുത്തി ലിറ്റിൽ കൈറ്റ്സിന്റെ സഹകരണത്തോടെയാണ് തിരഞ്ഞെടുപ്പ് നടത്തിയത്. തീർത്തും ജനാധിപത്യ രീതിയിലായിരുന്നു തെരഞ്ഞെടുപ്പ്. ചെയർമാൻ, സ്കൂൾ ലീഡർ, ക്ലാസ് ലീഡർമാർ എന്നിവരെ തെരഞ്ഞെടുത്തു. തെരഞ്ഞെടുപ്പ് പ്രക്രിയകളെക്കുറിച്ച് വിദ്യാർത്ഥികളിൽ ധാരണ ഉറപ്പിക്കുന്നതിനായിരുന്നു പരിപാടിയിലൂടെ ലക്ഷ്യമിട്ടത്. സോഷ്യൽ സയൻസ് അധ്യാപകരുടെ നേതൃത്വത്തിൽ ലിറ്റിൽ കൈറ്റ്സിന്റെ സഹകരണത്തോടെ തെരഞ്ഞെടുപ്പ് ആപ്പ് ഉപയോഗപ്പെടുത്തിയായിരുന്നു സ്കൂൾ ഇലക്ഷൻ. വോട്ടേഴ്സ് ലിസ്റ്റിൽ ഒപ്പ് രേഖപ്പെടുത്തിയും വിരലിൽ മഷി പുരട്ടിയും സ്ഥാനാർത്ഥികൾക്ക് കുട്ടികൾ വോട്ട് രേഖപ്പെടുത്തി. ക്ലാസ് ലീഡേഴ്സിന്റെ തെരഞ്ഞെടുപ്പിന് ശേഷം ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ, ഹെഡ് മിസ്ട്രസ് എന്നിവരുടെ സാന്നിധ്യത്തിൽ ചെയർമാൻ, സ്കൂൾ ലീഡർ എന്നിവരുടെ തെരഞ്ഞെടുപ്പും നടന്നു. കാർളം താണിശ്ശേരിയിൽ ക്ഷേത്രത്തിൽ മോഷണം. താണിശ്ശേരി അക്കീരം കണ്ടത്ത് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലാണ് മോഷണം നടന്നത്. 3 ഭണ്ഡാരത്തിന്റെ പൂട്ട് തകർത്തും മേശവലിപ്പ് കുത്തിപ്പൊളിച്ചുമാണ് മോഷ്ടാക്കൾ പണം കവർന്നത്. ശനിയാഴ്ച രാവിലെ ക്ഷേത്ര ദർശനത്തിനെത്തിയ ഭക്തനാണ് ഭണ്ഡാരം കുത്തിപ്പൊളിച്ചത് കണ്ടെത്തിയത്. ക്ഷേത്രത്തിൽ നിർണ്ണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനായി സൂക്ഷിച്ചിരുന്ന ഇരുമ്പ് വസ്തുക്കൾ ഉപയോഗിച്ചാണ് ഭണ്ഡാരവും മേശവലിപ്പും കുത്തിപ്പൊളിച്ചത്. ഈ വസ്തുക്കൾ ക്ഷേത്ര പരിസരത്ത് വിവിധ ഭാഗങ്ങളിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. 10,000 രൂപയിലധികം നഷ്ടപ്പെട്ടതായി ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. കാട്ടൂർ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. കഴിമ്പ്രം ശ്രീരാമചന്ദ്ര എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് 10ാം വാർഷികാഘോഷം ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കഴിമ്പ്രം ശ്രീരാമചന്ദ്ര ട്രസ്റ്റ് നടത്തുന്ന പരിപാടി SNDP നാട്ടിക യൂണിയൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ താഷ്താത്ത് ഉദ്ഘാടനം ചെയ്യും. ശ്രീരാമചന്ദ്ര ട്രസ്റ്റ് KV മോഹനൻ അധ്യക്ഷത വഹിക്കും. വാർത്താ സമ്മേളനത്തിൽ KV മോഹനൻ, KV ഹർഷൻ, ബിജു രാമചന്ദ്രൻ, ND വേണു, NP രാധാമണി എന്നിവർ പങ്കെടുത്തു. 10ാം വാർഷികത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികളാണ് ട്രസ്റ്റിൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. ആഗസ്റ്റ് 18 ഞായറാഴ്ച 9 മുതൽ 5 വരെ വിവിധ പരിപാടി. സൌജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് അത് നടത്തപ്പെടുന്നത് നമ്മുടെ നോസാലിയുടെ പരിപാടിയായിട്ട് നടത്തപ്പെടുന്നു. സാംസ്കാരിക സമ്മേളനം, ഗ്രാമീണ വായന സമർപ്പണം, ഓണപ്പുട വിതരണം, വീട്ടിലമ്മമാരുടെ വിവിധ കലാപരിപാടികൾ. അതിനോടനുബന്ധിച്ച് കലാപരിപാടി പറയാണ് 9 മുതൽ 12 വരെ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ്. സംഘാടനം ശ്രീരാമ ട്രസ്റ്റ് ആൻഡ് നോസ്റ്റാൾജിയ ഫൗണ്ടേഷൻ. സഹകരണം ശാശ്വത ആയുർവേദ വെൽനസ് ക്ലിനിക് അല്ലേ വെൽനസ് ക്ലിനിക്. സാംസ്കാരിക സമ്മേളനം 2:30 തട്ടുകടയുടെ മറവിൽ നിരോധിത പുകയില ഉൽപ്പന്നം വിൽപ്പന നടത്തിയ ബീഹാർ സ്വദേശി അറസ്റ്റിൽ. വാടനപ്പള്ളി ചിലങ്ക സെന്ററിന് സമീപം തട്ടുകട നടത്തുന്ന 32 വയസ്സുള്ള ധർമ്മേഷ് കുമാറാണ് പിടിയിലായത്. വാടാനപ്പള്ളി ചിലങ്ക സെന്ററിന് സമീപം തട്ടുകട നടത്തുകയും അന്യസംസ്ഥാന തൊഴിലാളികൾക്കുൾപ്പെടെ വ്യാപക തോതിൽ ഹാൻസ് വിൽപ്പന നടത്തുകയുമായിരുന്നു.
ഇയാളിൽ നിന്ന് 5 കിലോയിലധികം വരുന്ന അനധികൃത പുകയിലോൽപ്പന്നങ്ങൾ പിടികൂടി. പ്രതിയിൽ നിന്ന് പിഴ ഈടാക്കി ജാമ്യത്തിൽ വിട്ടയച്ചു. ഓണം സ്പെഷ്യൽ ഡ്രൈവിനോടനുബന്ധിച്ച് വാടാനപ്പള്ളി എക്സൈസ് നടത്തിയ പ്രത്യേക പെട്രോളിംഗിലാണ് ഇയാളെ പിടികൂടിയത്. എക്സൈസ് ഇൻസ്പെക്ടർ BG സുനിൽകുമാർ, പ്രിവന്റിംഗ് ഓഫീസർ KR ഹരിദാസ്, സിവിൽ എക്സൈസ് ഉദ്യോഗസ്ഥരായ KV രാജേഷ്, K രഞ്ജിത്ത്, ഡ്രൈവർ രാജേഷ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ വീട്ടുകയറി ഉപദ്രവിക്കുകയും ലൈംഗികമായി ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും ചെയ്ത കേസിൽ പ്രതിയെ അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. താന്യം സ്വദേശി ചാഴൂപ്പുരക്കൽ വീട്ടിൽ കാർത്തിക്കിനെയാണ് പോക്സോ ചുമത്തി അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. 16-കാരിയായ പെൺകുട്ടിയെ പ്രതി വീടുകയറി ഉപദ്രവിക്കാൻ ശ്രമിച്ച കേസിലാണ് അറസ്റ്റ്. താന്യം പഞ്ചായത്തിലെ ലക്ഷംവീട് കോളനിയിൽ താമസിക്കുന്ന ചാഴൂപ്പുരക്കൽ വീട്ടിൽ 21 വയസ്സുള്ള കാർത്തികിനെയാണ് അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. പെൺകുട്ടിയിൽ നിന്നും പോലീസ് മൊഴിയെടുത്തതിൽ നിന്ന് കാർത്തിക് മുൻപൊരിക്കൽ തന്നെ ലൈംഗികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചിരുന്നതായി കുട്ടി മൊഴി നൽകി. തുടർന്നാണ് 2 സംഭവങ്ങളും ചേർത്ത് പ്രതിക്കെതിരെ പോക്സോ ചുമത്തിയത്. അന്തിക്കാട് സ്റ്റേഷനിൽ പ്രതിക്കെതിരെ വീടുകയറി ആക്രമിച്ച കേസിൽ മറ്റ് 2 കേസുകളുമുണ്ട്. സ്റ്റേഷൻ റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ട പ്രതിക്ക് MDMA, ഹാഷിഷ് ഓയിൽ എന്നിവ വിൽപ്പനയുമുണ്ടെന്ന് പോലീസ് പറഞ്ഞു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കരുവാങ്കുളം കിഴുപ്പള്ളിക്കര റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ജനകീയ പ്രതിഷേധ കാൽനട യാത്ര സംഘടിപ്പിച്ചു. കരുവാങ്കുളം ബസ് സ്റ്റോപ്പ് മുന്നിൽ കിഴുപ്പള്ളിക്കര വരെ നടന്ന കാൽനട യാത്ര NS അയൂബ് ഉദ്ഘാടനം ചെയ്തു. MK ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജനകീയ സമിതി കൺവീനർ NK ഷാജഹാൻ, വികാസ് ചക്രവാണി, പ്രേമൻ തൈപ്പറമ്പത്ത്, രാജൻ തൈപ്പറമ്പത്ത്, ഹബീബ് അഴിമാവ്, ജോഷി മുൻസിർ പുതിയ വീട്ടിൽ എന്നിവർ സംസാരിച്ചു. പ്രക്ഷോഭയാത്രയ്ക്ക് പുഷ്പാങ്കദൻ കണാറ, റാഫി പുതിയ വീട്ടിൽ, മിരീഫ് പുതിയ വീട്ടിൽ, ശ്രീധരൻ, അബ്ദുൽ മുത്തലീഫ്, യൂസഫ് തിരുത്തേക്കാട്, സമദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കിഴുപ്പള്ളിക്കര മസ്ജിദ് പരിസരത്ത് നടന്ന സമാപന സമരത്തിൽ താന്യം പഞ്ചായത്ത് ഭരണസമിതി അംഗം മിനി ആന്റോ തറയിൽ, ഹബീബ് അഴിമാവ് എന്നിവർ സംസാരിച്ചു. നമുക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് വേറൊരു രാഷ്ട്രീയ വിചാരങ്ങളോ അല്ലെങ്കിൽ രാഷ്ട്രീയ എതിരാളികളോ ഒന്നുമില്ല. ഈ ഏറ്റവും പ്രധാനപ്പെട്ട റോഡ്, അതായത് സ്റ്റേറ്റ് ഹൈവേയിൽ നിന്ന് നമ്മുടെ ഗ്രാമത്തിലേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട റോഡുകളിൽ ഒന്നായ കരുവാങ്കുളം റോഡ് നന്നാക്കുക എന്ന ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അതിനുള്ള പ്രതിഷേധിക്കുക എന്നുള്ളതാണ്. അതിന് ഈ പ്രതിഷേധ നടത്തം, അതായത് കിഴുപ്പള്ളിക്കര മുതൽ പള്ളി വരെയുള്ള ഈ പ്രതിഷേധ നടത്തം അത് ഓർഗനൈസ് ചെയ്ത എല്ലാ നാട്ടുകാർക്കും, ഈ റോഡിന്റെ ഉപഭോക്താക്കൾക്കും റോഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സമര പരിപാടി ഈ പരിപാടിയിൽ ഒതുങ്ങുന്നില്ല. ഇതിലും ഉണ്ടായില്ലെങ്കിൽ ഈ പ്രതിഷേധ നടത്തം വളരെ പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഈ സമര പ്രതിഷേധ നടത്തം ഔപചാരിക. പാലിശ്ശേരി തേവർ ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെ ഇല്ലം നിറ ആഗസ്റ്റ് 18 ഞായറാഴ്ചയും തൃപ്പുത്തിരി ആഗസ്റ്റ് 28 ബുധനാഴ്ചയും ആഘോഷിക്കും. ക്ഷേത്രം തന്ത്രി ഇളങ്ങല്ലൂർ നീലകണ്ഠൻ നമ്പൂതിരി ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 6670 രൂപ, പവന് 53,360 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. തിരുവള്ളക്കാവ് വല്ലച്ചിറ റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധം. കോൺഗ്രസ് വല്ലച്ചിറ മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ ധർണ നടത്തി. പാർലം ഗ്രാമപഞ്ചായത്തിന്റെയും പാർലം കൃഷിഭവന്റെയും നേതൃത്വത്തിൽ കർഷക ദിനം ആചരിച്ചു. നാട്ടിക MLA CC മുകുന്ദൻ ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്തു. വല്ലച്ചിറ ഗവൺമെന്റ് UP സ്കൂളിൽ ELAP പരിശീലനം സംഘടിപ്പിച്ചു. ആംഗ്ലോ ഇന്റർനാഷണൽ ട്രെയിനർ എഡിസൺ ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു. ചേർപ്പ് CNN LP സ്കൂളിൽ വേദികളുണർന്നു.
കലോത്സവം പത്മശ്രീ പെരുവൻ കുട്ടന്മാരാൻ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.